ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ്. അമൃതം പൊടി വെച്ചാണ് ഞാൻ ഈ കേക്ക് തയ്യാറാക്കുന്നത്. അമൃതം പൊടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് അങ്കണവാടികളിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിമിക്സ് ആണ്. ഇതിനകത്തില് ഗോതമ്പ്, കടലപ്പരിപ്പ്, നിലക്കടല, സോയ, പഞ്ചസാര ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് വെച്ച് ഒരുപാട് സ്വീറ്റ്സും സ്നാക്സും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു കേക്കാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു അരിപ്പയിലേക്ക് ഞാൻ 1 ഗ്ലാസ് അമൃതം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന വലിയ ഗ്ലാസ് ഇല്ലേ, അതിന് 1 ഗ്ലാസ് അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 2.5 സ്പൂണ് കോക്കോ പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് മാത്രമാണ് കോക്കോ പൗഡർ ചേർത്ത് കൊടുത്തത്. ഇതില്ലെങ്കിൽ നമുക്ക് സാധാരണ കേക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 3/4 സ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതൊരു 3 വട്ടം ഈ അരിപ്പയിലൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അന്നേരം നമ്മൾ ഈ ചേർത്ത എല്ലാ സാധനങ്ങളൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരും. എങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പൊ നമുക്കിത് 3 വട്ടം ഒന്ന് അരിച്ചെടുത്ത് വരാം. ഇപ്പൊ ഞാനിവിടെ ഇത് 3 വട്ടം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുട്ട ഒഴിച്ചു കൊടുക്കുന്ന ബൗള് ഒട്ടും വെള്ളം നനവ് കാണരുത്, നല്ല ഡ്രൈ ആയിരിക്കണം. ഇനി നമുക്ക് ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റ് ചെയ്യുന്നതിന് ബീറ്റർ തന്നെ വേണമെന്നില്ല, നല്ലൊരു ഹാൻഡ് വിസ്ക് കൊണ്ട് ചെയ്താലും മതി, ഫോർക്കോ അതുകൊണ്ടായാലും മതി. നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ, പക്ഷെ ബീറ്റർ കൊണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അമൃതം പൊടിക്കകത്തില് കുറച്ച് മധുരമുണ്ട്, അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ മധുരം ചേർത്ത് കൊടുക്കാന്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1/2 സ്പൂണ് വാനില എസൻസ്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിച്ചു വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഒന്നിച്ചിട്ട് കൊടുക്കരുത്, ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ അമൃതം പൊടി ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് സ്വീറ്റ്സും സ്നാക്സും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഇത് സാധാരണ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ കുറുക്ക് കഴിച്ചു പിന്നീട് കഴിക്കാതെ വരും. അന്നേരം നമുക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേ ഇത് നമ്മൾ ബാറ്ററി ടൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. അപ്പൊ ഞാൻ ദാണ്ട് എല്ലാം മിക്സ് ചെയ്താണ്ട് ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അമൃതം പൊടി തന്നെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് തട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് ബട്ടർ പേപ്പർ വെച്ചാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോ ബട്ടർ പേപ്പർ ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല. നമ്മൾ ഈ ട്രേയുടെ പകുതി ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ, ഫുൾ ഒഴിച്ചു കൊടുക്കരുത്. ഞാൻ കണ്ട് ഇത്രയും മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്തിലെ എയർ ബബിൾസ് ഒക്കെ പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തെങ്കിലും വെച്ച് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ കുറെയൊക്കെ എയർ ബബിൾസ് അങ്ങ് പോയി കിട്ടും. ഇനി ഒന്നുകൂടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഓവനിലൊന്നും അല്ല വെക്കുന്നത്, സ്റ്റൗവിൽ തന്നെയാണ് വെക്കുന്നത്. ചുവട് കട്ടിയുള്ള ഒരു പാത്രം ഞാൻ ഇതുപോലെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ വെക്കുന്ന പാത്രം നന്നായിട്ട് ചൂടാവണം. അതിലേക്ക് ഞാനൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഈ ഇങ്ങനത്തെ സ്റ്റാൻഡ് തന്നെ വെക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു പാത്രം വെച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് കാഷ്യൂ നട്ടും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കണം. അടച്ചു വെച്ചിട്ട്
ഒരു 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പൊ ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 30 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന്റെ ഇടയ്ക്കൊന്നും നമ്മൾ തുറന്നു നോക്കരുത്. തുറന്നു നോക്കിയാൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഇപ്പൊ നമ്മുടെ കേക്കൊക്കെ നല്ലതായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. എനിക്കൊരു 35 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇതിനകത്തിലേക്ക് ഒന്ന് കുത്തി നോക്കിയപ്പോഴേ കുറച്ചുകൂടി ഒന്ന് ബേക്ക് ആവാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ 5 മിനിറ്റ് കൂടി വെച്ച് കൊടുത്ത് ഇപ്പൊ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡിമോൾഡ് ചെയ്തിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്, നല്ല ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഓവൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും അമൃതം പൊടിയുമായിട്ടുള്ള കുറച്ച് വിഭവങ്ങളുമായിട്ട് ഞാൻ വരുന്നതാണ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണാം. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അന്നേരം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.